Dear students, in the last two videos, we discussed only the outline of the spectroscopy. But from today onwards, we are actually entering to the topic spectroscopy. Okay. First of all, we are explaining the energy levels in molecules. What all are the energy levels in molecules? Before entering into the energy levels, you should be thorough with that what all are the motions that is related to a molecule. If we are considering a single molecules, it may consist of several motions like that of rotational motion, vibrational motion, electronic motion. More than that, it also consists of certain translation motion. So if you are considering the total energy of a molecule, ഒരു മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മോളിക്യൂളിൻ്റെ നേരത്തെ പറഞ്ഞ എല്ലാ മോഷൻസിനെയും ഞാൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, so I can write here the total molecular energy is a combination of the rotational energy which formed as a result of the rotational motion and the vibrational energy which arises as a result of the vibrational motion of the molecule, and also the electronic energy which will form as a result of the electronic changes in the molecule. ഇങ്ങനെ ഒരു മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി ഞാനൊരു ഇക്വേഷൻ വൈസും എനിക്ക് പറയാൻ പറ്റും. ഇ ടി ഇസ് ഈക്വൽ ടു ഇ ആർ പ്ലസ് ഇ വി പ്ലസ് ഇ ഇ. എന്താണ് ഇതിനോരോന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി ഇ ടി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ഓഫ് മോളിക്യൂളാണ്, റൊട്ടേഷണൽ എനർജിയാണ്, ദെൻ വൈബ്രേഷണൽ എനർജി ആൻഡ് ഇലക്ട്രോണിക് എനർജി. പക്ഷേ ഇവിടെയൊന്നും ഞാൻ ആരെ കൺസിഡർ ചെയ്തിട്ടില്ല, ട്രാൻസ്ലേഷൻ മോഷന് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. അങ്ങനെ കൺസിഡർ ചെയ്യാതിരിക്കാനുള്ളൊരു കാരണമുണ്ട്. എന്താണ്? നോർമലി we are ignoring the translation and the internuclear energies which are irrelevant to the electric dipole transitions. നമുക്ക് വേണ്ട ഇലക്ട്രിക് ഡൈപോൾ ട്രാൻസിഷൻസിൽ ഈ ഒരു ട്രാൻസ്ലേഷൻ മോഷനും അതല്ലെങ്കിൽ ഇന്റർന്യൂക്ലിയർ എനർജീസും അത്രമാത്രം റെലവൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ടോട്ടൽ എനർജി ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്ന സമയത്ത് ആരെ കൺസിഡർ ചെയ്യാത്തത്? ട്രാൻസ്ലേഷൻ മോഷന് നമ്മൾ കൺസിഡർ ചെയ്യാത്തത്. വി ഓൺലി കൺസിഡർ ദ റൊട്ടേഷണൽ എനർജി, വൈബ്രേഷണൽ എനർജി ആൻഡ് ദ ഇലക്ട്രോണിക് എനർജി. ഞാൻ നേരത്തെ കാണിച്ച ഇക്വേഷൻ ഞാൻ നോർമലി അല്ലേ ഇ ടി ഇസ് ഈക്വൽ ടു ഇ ആർ പ്ലസ് ഇ വി പ്ലസ് ഇ ഇ എന്ന് കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ അതൊരു നോർമൽ സ്റ്റേറ്റിലുള്ളത് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലൊരു മോളിക്യൂളിനെയാണ് എന്ന് വിചാരിക്കുക. ഇപ്പം ഐ എം ഷോയിങ് എ മോളിക്യൂൾ വിച്ച് ഇസ് ഇൻ എ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ദ സെയിം ഇക്വേഷൻ എനിക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? ഇ ഡാഷ് ടി വിച്ച് ഇസ് ഈക്വൽ ടു, ദറ്റ് മീൻസ് ദ ടോട്ടൽ എനർജി ഓഫ് എ മോളിക്യൂൾ വിച്ച് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു E dash R plus E dash V plus E dash E. Okay, that is a molecule possess rotational motion, vibrational motion and the electronic motion. Okay, next നമ്മൾ ഈ ഓരോ എനർജിയും എന്താണ്, അത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, രണ്ട് എനർജീസ് തമ്മിൽ അവരുടെ എനർജി ഡിഫറൻസസുകൾ എത്രയുണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The first one is the rotational energy. First is the rotational energy. Normally the rotational quantum number is represented as a J is equal to 0, 1, 2, 3, etc. And the difference in energy between the two rotational energy level is delta E is equal to 0.01 to 1 kilojoule per mole. Okay, എന്താണ് റൊട്ടേഷണൽ എനർജി എന്ന് പറയുന്നത്? ഒരു മോളിക്യൂളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കൂടെ ഞാൻ ഒരു ആക്സിസ് പാസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആക്സിസിനെ ഞാൻ പാസ് ചെയ്യിപ്പിച്ചു. ആ ഒരു ആക്സിസിലൂടെ ആ ഒരു മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ മോളിക്യൂൾ പൊസസ് ചെയ്യുന്ന എനർജി, ദാറ്റ് ഈസ് കോൾഡ് ദ റൊട്ടേഷണൽ എനർജി. ഒന്നുകൂടെ പറയാം, ഞാനൊരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്തു, ആ മോളിക്യൂളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ഞാനൊരു ആക്സിസിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ആ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ആ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് എനർജി ഈസ് കോൾഡ് ദ rotational energy. The energy possessed by the molecule by rotation about an axis passing through its center of gravity. Okay, and generally it is notated with the quantum number J is equal to 0, 1, 2, 3, etc. And the next is a vibrational energy. Vibrational energy, the vibrational quantum number is represented with the letter V. It is also numbered as 0, 1, 2, 3, etc. And the differences between two vibrational levels, the delta E is equal to 1 to 100 kilojoule per mole. എന്താണ് വൈബ്രേഷണൽ എനർജി എന്ന് പറയുന്നത്? എന്തായിരിക്കും? നോർമലി രണ്ട് വൈബ്രേഷണൽ സ്റ്റേറ്റ്സുകൾ അല്ലെ, വൈബ്രേഷണൽ എനർജി സ്റ്റേറ്റ്സുകൾ തമ്മിലുള്ള മോളിക്യൂൾസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഫറൻസ്. ഓക്കെ, ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ distribution of electron of the molecule in its various energy states. Okay, vibrational energy states ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. And the next one is electronic energy. എന്തായിരിക്കാം ഇലക്ട്രോണിക് എനർജി എന്ന് പറയുന്നത്?
നോർമലി നമുക്കറിയാം ഒരു മോളിക്യൂളിന് മൂവ്മെൻറ്റ്സ് ഉണ്ടാവാമെന്ന് വിചാരിക്കാം. ഒരു മോളിക്യൂളിന് ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ട്. നോക്കി, ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ ഉണ്ട്. ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ആ മോളിക്യൂള് ഒന്ന് റൈറ്റിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടോ മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് പീരിയോഡിക് ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കറിയാം വാട്ട് ഈസ് എ പീരിയോഡിക് ഡിസ്പ്ലേസ്മെൻറ്റ്, പീരിയോഡിക് മോഷനൊക്കെ നമുക്കറിയാം. അതൊരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഡിസ്റ്റർബ്ഡായി അത് വീണ്ടും ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് തന്നെ അല്ലേ അവിടെ തന്നെ അറ്റൈൻ ചെയ്യുന്നു. എനർജി അസോസിയേറ്റ് വിത്ത് ദ പീരിയോഡിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ആറ്റംസ് ഓഫ് ദ മോളിക്യൂൾ ഫ്രം ദ equilibrium position. That is called the electronic energy, and the differences between the delta E, the energy difference is the 1000 to 10,000 kilojoule mole inverse. Okay, and it is normally represents the electronic quantum number n is equal to 1, 2, 3, etc. And we want to be thorough with that all the energies are quantized. Okay, നമുക്ക് അറിയുന്ന കാര്യമാണ്. പ്ലസ് ടുവിലെ നമ്മൾ പഠിക്കുന്ന കാരണം എനർജീസ് ആർ ക്വാണ്ടൈസ്ഡ് എന്നുള്ളത്. ഓക്കെ, ഞാൻ നോർമലി കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്കൊരു മോളിക്യൂൾ എങ്ങനെയാണ് ഒരു മോളിക്യൂൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് എത്തുന്നത് നമുക്കറിയാം, പക്ഷേ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കാം. ഞാനൊരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്തു, ഒരു ആറ്റത്തെ കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ ഒരു കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അതിൻ്റെ ഓർബിറ്റിൽ എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. നോർമലി ഒരു എനർജി അതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഈ റിവോൾവ് ചെയ്യുന്ന ഫിക്സഡ് പാത്തിലൂടെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? ദ നെക്സ്റ്റ് ഹയർ സ്റ്റേറ്റിലോട്ട് എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ദിസ് ഇസ് ദ സ്റ്റേബിൾ ആൻഡ് വെൻ എ ഫോട്ടോൺ ഇസ് അബ്സോർബ്ഡ് ബൈ ദാറ്റ് ഇലക്ട്രോൺ ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് ഈസ് ഗെറ്റിംഗ് എനർജി ആൻഡ് ഇറ്റ് മൂവ്സ് ഇൻ ടു ദ ഹൈ എനർജി. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇനി ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് മാത്രമല്ല, ഇവിടെ വരുന്ന ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഹയർ ദാൻ അല്ലേ, ഒരുപാട് ഹയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് മേ ഓർ ദർ ഇസ് എ ചാൻസ് ടു എക്സൈറ്റ് ദാറ്റ് ഇലക്ട്രോൺ ടു ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതായത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് മാത്രമല്ല, സെക്കൻഡോ തേർഡോ എന്നിങ്ങനെയുള്ള ഏതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് വേണമെങ്കിലും ആ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റും? എക്സൈറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഒരു ഡയഗ്രാമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കി, ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് നോർമലി ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകാം. ദെൻ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും എങ്ങോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്? സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് റെലവൻ്റ് ആയിട്ട് ഉള്ളത് തന്നെയാണ്. കാരണം നമ്മളൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഞാനത് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ നോക്കുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് ആ മോളിക്യൂളിനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഡയഗ്രത്തെ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം, എന്നാൽ തന്നെ മനസ്സിലാവുള്ളൂ. നമ്മൾ നോർമലി എന്തേ പഠിച്ചിട്ടുള്ളൂ? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ആ ഒരു സിംഗിൾ 2 ലൈൻസിൽ മാത്രമേ നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുക എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ആ ഒരു സിംഗിൾ ലൈനിൽ കാണിച്ചിട്ടുള്ള സ്റ്റേറ്റ്സുകൾ ഇടയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നോർമലി നമ്മൾ എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരു സിംഗിൾ ലൈൻ ഇതാ ഇവിടെ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോയി എന്ന് വിചാരിക്കുക. ഈ ഒരു 2 ബോൾഡ് ചെയ്തിട്ടുള്ള ഈ ലൈൻസിനെ ഇടയിൽ, ആ ലൈൻസിൻ്റെ ഇടയിലുള്ളവരെയാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കി E1 ഇതാണ് നമ്മളുടെ എന്തുള്ളത്? ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ദെൻ E2 ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് വിചാരിക്കുക. ദീസ് ആർ ദ ഇലക്ട്രോണിക് സ്റ്റേറ്റ് E1 ആൻഡ് E2. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ, E1ൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറേ എണ്ണം കാണിച്ചിട്ടുണ്ട്. ദിസ് വൺ കുറച്ച് ലോങ്ങേറ്റഡ് ആയിട്ടുള്ള ലൈന്, ആൻഡ് ദ അതർ ഇസ് ദിസ് വൺ, ആൻഡ് ദിസ് ഇസ് നെക്സ്റ്റ് വൺ, ദിസ് ഇസ് നെക്സ്റ്റ് വൺ. ഇതെല്ലാം എന്താണ്? ഇത്രയും കാര്യങ്ങൾ ഏതിലുള്ളതാണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ളതാണ്. ഇനി ഇവിടെ നോക്കി, ഇത്രയും ലൈൻസുകൾ ആരിലുള്ളതാണ്? എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ളതാണ്. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലും അതുപോലെ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ലൈൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എന്താണ് ഈ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത്? ദേ ആർ ഷോയിങ് ദ വൈബ്രേഷണൽ എനർജി ലെവൽസ് ഓഫ് ദാറ്റ് മോളിക്യൂൾ. ഇപ്പം ഇവിടെ കാണിച്ചില്ല E1ഉം E2 എന്താണ്? ദേ ആർ ഷോയിങ് ദ ഇലക്ട്രോണിക്സ് എനർജി ലെവൽ. ദെൻ ദിസ് ഇസ് ദ വൈബ്രേഷണൽ എനർജി ലെവൽസ്. അപ്പോൾ ഇവിടെയും അതുപോലെ വൈബ്രേഷണൽ എനർജി ലെവൽസ് ഉണ്ട്, 1, 2, 3 ആൻഡ് 4. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് എനർജി ലെവൽസിൻ്റെ അകത്ത് നമ്മൾ ആരെ കാണാൻ പറ്റി? വൈബ്രേഷണൽ എനർജി ലെവൽസിനെ കാണാൻ പറ്റി. ഇനി അത് മാത്രമല്ല, ഈ വൈബ്രേഷണൽ എനർജി ലെവൽസിനെ ഇപ്പോൾ എനിക്ക് നോർമലി ഞാൻ ഒരു നെയിം V = 0, 1, 2, 3 എന്ന് ഞാൻ താഴെ കാണിച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ എന്ത് പറയാം?
വി ഡാഷ് ഇസ് ഈക്വൽ ടു 0 1 2 3 അല്ലെങ്കിൽ 1 2 3 നമ്പേഴ്സ് എങ്ങനെ വേണമെങ്കിൽ നമ്മൾ 0 1 2 3 എന്നിങ്ങനെ വരുന്നു. അപ്പോൾ വൈബ്രേഷണൽ ക്വാണ്ടം നമ്പർ എനിക്ക് അവിടെ കാണിക്കാൻ പറ്റും. ഇനി ഈ ഒരു വൈബ്രേഷണൽ ലെവൽസിൻ്റെ അകത്ത് തന്നെ ഞാൻ അതിനേക്കാൾ ഒന്നുകൂടി ഷോർട്ടൺ ആയിട്ടുള്ള ലൈൻസ് കാണിച്ചിട്ടുണ്ട് അല്ലേ. ദിസ് ഇസ് 1 2 3 4. ഓക്കെ, അതുപോലെ ഈ ഓരോ വൈബ്രേഷണൽ ലെവൽസിൻ്റെയും ഇടയിൽ നമുക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട്, റൊട്ടേഷണൽ എനർജി ലെവൽസിനെ കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വൈബ്രേഷൻ അതാണ് ഇവിടെ കാണിച്ചത്. ദേ ആർ ദ റൊട്ടേഷണൽ എനർജി ലെവൽസ്. അപ്പോൾ നോർമലി എന്തിനുള്ള ഇവിടെ അപ്പം ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട് അല്ലേ. ഏത് ട്രാൻസിഷനാണ് നടക്കുന്നത്, ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള അല്ലേ E1-ലുള്ള, ദാറ്റ് മീൻസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു റൊട്ടേഷണൽ എനർജി ലെവലിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള മറ്റൊരു റൊട്ടേഷണൽ എനർജി ലെവലിലോട്ടാണ് ഈ ഒരു ട്രാൻസിഷൻ നടക്കുന്നത്. am I right? ഇതും അതുപോലെ തന്നെയാണ് കാണിക്കുന്നത് അല്ലേ. റൊട്ടേഷണൽ ലെവൽസിലുള്ള ഒരു എനർജി ലെവലിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഒരു റൊട്ടേഷണൽ എനർജി ലെവലിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസിഷൻസ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ കീനായിട്ട് ഒബ്സർവ് ചെയ്തു അല്ലേ. ഇത്രയും കാലം നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ എന്തുകൂടെ കണ്ടു, ആ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിനും എക്സൈറ്റഡ് സ്റ്റേറ്റിനും ഒരുപാട് വീണ്ടും നമ്മളൊന്നും കൂടെ അതിനെ കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ കുറച്ചധികം സ്റ്റേജുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇങ്ങനെ ഒരു ഡയഗ്രമാണ് നമ്മളുടെ മെയിനായിട്ട് സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കി ഞാൻ കാണിച്ചില്ല, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാനിവിടെ ഒന്നുകൂടെ പറഞ്ഞു. ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഇലക്ട്രോണിക് സ്റ്റേറ്റ്സിൻ്റെ അടുത്താണ് ആരുള്ളത്, വൈബ്രോണിക് മീൻസ് വൈബ്രേഷണൽ. ഓക്കെ, ദ നെക്സ്റ്റ് അതിനുശേഷം എന്താണുള്ളത്, റൊട്ടേഷണൽ. ഞാൻ പറഞ്ഞു ഇവർ 3 പേരും മാത്രമല്ല, ആരും കൂടെ ഉണ്ട്, ട്രാൻസ്ലേഷനും കൂടെ ഉണ്ട്. പക്ഷേ ട്രാൻസ്ലേഷനെ നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്നില്ല. അതിൻ്റെ എന്താണ് റീസൺ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ ദിസ് ഇലക്ട്രോണിക്, vibrational and rotational. Electronic consists of several vibrational levels and each vibrational level consists of several rotational levels. Okay, I think it's clear for you now. Then നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാം. മീൻസ് ആ ഒരു എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഡയഗ്രാം നോക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും. ഇവിടെ എന്ത് നേരം എനർജി വന്ന് ഹിറ്റ് ചെയ്തു, നോർമലി അത് എന്ത് ചെയ്യുന്നു, എബ്സോർബ് ചെയ്തു. എബ്സോർബ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് എത്തുന്നു. ആഫ്റ്റർ ദാറ്റ് അത് എബ്സോർപ്ഷൻ ഫിനോമിനയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു എബ്സോർപ്ഷൻ ഫിനോമിന എന്ന് പറയുമ്പോൾ നോർമലി അവിടെ ഇൻറ്റൻസിറ്റി ഓഫ് ബീം എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. ഇവിടെ വരുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അബ്സോർപ്ഷൻ നടന്നതിന് ശേഷമാണ് അല്ലേ. ദെൻ ഇവിടെ എന്താണ്, എമിഷൻ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സോർപ്ഷനാണ് നടക്കുന്നതെങ്കിൽ, ഒരു മോളിക്യൂളിനകത്ത് അബ്സോർപ്ഷനാണ് നടക്കുന്നതെങ്കിൽ we will say it is an absorption spectrum. If it is processing an emission, then it is called the emission spectrum. If a beam of monochromatic radiation, നമുക്കറിയില്ല ഏത് മോണോക്രോമാറ്റിക് ആണെന്ന് നമുക്കറിയില്ല, ഏത് റേഡിയേഷൻസ് വരുന്നു എന്നുള്ളത് നമ്മൾ ഇനി പറയും. If a monochromatic radiation of a required frequency falls on a sample, absorption of a radiation will occur. We know that. If a radiation falls on a substance on a sample, definitely the absorption of radiation will occur, and if absorption is taking place, then will causes a decrease in the intensity of beam. Okay. Then spectrometer, you know that spectrometer is an instrument used to find out the amount of radiation absorbed by the sample. ഇങ്ങനെ ഒരു സാമ്പിളിൽ നമ്മൾ എടുക്കുന്ന ഏത് സാമ്പിൾ ആയിക്കോട്ടെ, ആ സാമ്പിളിൽ എന്തുണ്ട്, ഇങ്ങനെ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തതിൻ്റെ എമൗണ്ട് നമുക്ക് നോർമലി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്, സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ആ സ്പെക്ട്രോമീറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ദ അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഓക്കെ, ആൻഡ് ദ മെഷർമെൻറ്റ് ഓഫ് ദിസ് ഡിക്രീസ് ഇൻ ദ ഫോട്ടോൺസ് we call absorbance. ആ ഒരു ഡിക്രീസ് ഇൻ എമൗണ്ടിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, അബ്സോർബൻസ് എന്ന് പറയുന്നത്. ആൻഡ് ആസ് എ യൂസ്ഫുൾ അനലറ്റിക്കൽ സിഗ്നൽ. ആ ഒരു അബ്സോർബൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സാമ്പിളിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ സ്റ്റഡി എനിക്ക് നടത്താനായിട്ട് കഴിയും. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഇസ് എമിഷൻ സ്പെക്ട്രം. അപ്പോൾ നോർമലി ഇത് പറഞ്ഞതുപോലെ തന്നെ എമിഷൻ നടക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു വാല്യൂവിനെ ബേസിസ് ചെയ്തിട്ടായിരിക്കും. ദ എക്സൈറ്റഡ് മോളിക്യൂൾ മേ ഗെറ്റ് relaxed by the emission of radiation, and this emitted radiation can also find out using the spectrometer and called the emission spectrum. Okay, emitted light ബേസ് ചെയ്തിട്ടാണ് ഞാൻ സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്ത് കാണുന്നെങ്കിൽ that is called the emission spectrum. മറ്റേതാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, absorption spectrum എന്ന് പറഞ്ഞു. The absorption spectrum is complementary to the emission spectrum. Okay,
എന്താണ് ഈ ഒരു സ്പെക്ട്രം എന്ന് പറയുന്ന സാധനം? അതൊരു പ്ലോട്ടാണോ, അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണോ, എന്താണ് ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം? നോർമലി നമ്മൾ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഇവിടെ കേട്ടിട്ടുണ്ടായിരുന്നു ലൈൻ സ്പെക്ട്രം, ഹൈഡ്രജൻ സ്പെക്ട്ര എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ സ്പെക്ട്ര എന്ന് പറയുന്നത് സ്പെക്ട്ര ഇസ് എ പ്ലോട്ട് ഓഫ് സം പാരാമീറ്റർ ലൈക്ക് ഇൻറ്റൻസിറ്റി ഓർ അബ്സോർബൻസ്. ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് റേഡിയേഷൻ ഇൻറ്റൻസിറ്റി, ഓർ അബ്സോർബൻസ് അല്ലെങ്കിൽ എത്രമാത്രം അബ്സോർബ് ചെയ്തു, ഓർ പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് വിത്ത് അനദർ പാരാമീറ്റർ ലൈക്ക് വേവ് ലെങ്ത് ഓർ വേവ് നമ്പർ ഓഫ് ലൈറ്റ്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻറ്റൻസിറ്റിയോ അല്ലെങ്കിൽ അബ്സോർബൻസോ ട്രാൻസ്മിറ്റൻസോ ഇതിലുള്ള ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ആരുമായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് വേവ് ലെങ്തോ അല്ലെങ്കിൽ വേവ് നമ്പറോ, ലൈറ്റിൻ്റെ വേവ് ലെങ്തോ വേവ് നമ്പറോ ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നത്. ആ ഒരു പ്ലോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്തുണ്ടാകാം? ആ സ്പെക്ട്രം അബ്സോർപ്ഷൻ സ്പെക്ട്രം ആകാം, എമിഷൻ സ്പെക്ട്രം ആകാം. നോർമലി നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരെയാണ്? അബ്സോർപ്ഷൻ സ്പെക്ട്രയാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ ഒരു ടിപ്പിക്കൽ ഞാനൊരു പ്ലോട്ട് കാണിച്ചു, മീൻസ് സ്പെക്ട്രം കാണിച്ചു. ദ വൈ ആക്സിസ് കൺസിസ്റ്റ് ഓഫ്, മീൻസ് ഇൻ ദിസ് ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് ദ വേവ് ലെങ്ത് ആൻഡ് ദ അബ്സോർബൻസ്. അപ്പോൾ എനിക്ക് നോർമലി ഒരു പ്ലോട്ട് ചെയ്ത് ഓരോ സാമ്പിളിനനുസരിച്ചും ഇതിൻ്റെ പ്ലോട്ട് ചേഞ്ച് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു എന്താണ് പ്ലോട്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അനദർ പ്ലോട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ആരുമായിട്ടാണ്? വേവ് ലെങ്ത് ആൻഡ് അബ്സോർബൻസ് ആയിരുന്നു. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ആരെയാണ്? വേവ് നമ്പർ ആൻഡ് പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ്. അപ്പോൾ നിങ്ങൾ നോക്കി ആ ഒരു സിഗ്നലിൽ തന്നെ ഡിഫറൻസ് വന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്ലോട്ട്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. എനിവേ ദീസ് ആർ ദ അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഇങ്ങനെ ഉള്ള സ്പെക്ട്രോസ്കോപ്പീസ് അല്ലേ? ഓക്കെ, ഇങ്ങനെയുള്ള ഓരോ സ്പെക്ട്രോസ്കോപ്പീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് കാണാം. ഓക്കെ.